സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങരുത്. അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. പക്ഷെ ഇന്ന് അച്ഛൻ സച്ചേട്ടനെ തല്ലി. എന്റെ ഭർത്താവിന് നേരെ ആരെങ്കിലും കൈ ഉയർത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം. അത് സ്വന്തം അച്ഛനായാൽ പോലും. സച്ചേട്ടൻ ഇന്ന് അച്ഛന് നേരെ ശബ്ദം ഉയർത്തി സംസാരിച്ചു. എന്താ കാരണം? ഞാനും എന്റെ വയറ്റിലെ നമ്മുടെ കുഞ്ഞും അതിന് കാരണം. തന്റെ വയറ്റിലെ കുഞ്ഞ് തന്റേത് മാത്രമല്ല, എന്റേത് കൂടിയാണ്. അതിന്റെ പേരിൽ ദോഷം പറയാൻ വരുന്നവരാരായാലും അവരോട് ഞാൻ എതിർത്ത് സംസാരിക്കും. അത് സ്വന്തം അച്ഛനായാൽ പോലും. എന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ സച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വാടക വീട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് മാറി താമസിക്കാം. ആരും നമ്മളെ തടയില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന പേരെന്തായിരിക്കും? കുടുംബത്തിന് കൊള്ളാത്തവൾ, അഹങ്കാരി. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിച്ച് ഭർത്താവിനെ കൊണ്ട് കുടുംബം ഉപേക്ഷിച്ചു പോയവൾ. അങ്ങനെ ഒരു കിരീടം എന്റെ തലയിൽ ചാർത്തി വെക്കണോ? ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിന്നെ നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുക, അതിന് ഞാൻ നിന്നു കൊടുക്കണമെന്നാണോ നീ പറയുന്നേ? അല്ല, ചിലപ്പോഴൊക്കെ ക്ഷമിക്കുന്നതും പിന്നീട് വിജയമായി തീരും. ഇനി സച്ചേട്ടൻ അവരോട് ആരോടും വഴക്കിന് പോകരുത്. പ്രത്യേകിച്ച് അച്ഛനോട് എതിർത്ത് സംസാരിക്കരുത്. ഒരച്ഛൻ്റെ ഏറ്റവും വലിയ വേദന തൻ്റെ മക്കൾ തൻ്റെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കുമ്പോൾ. ആ ദുഃഖം സച്ചേട്ടൻ അച്ഛന് കൊടുക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? സച്ചേട്ടൻ ഇനി ഒന്നും ചെയ്യണ്ട. ചെയ്യണതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസത്തെ ഈ വഴക്ക് കാരണം ഇവിടെ ആരും നല്ല പോലെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ കയറി ഞാൻ തന്നെ അത്താഴത്തിന് എന്തെങ്കിലും വെച്ചു തരാം. കൊള്ളാം. നിന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട് നീ ഇനി അവർക്ക് അത്താഴം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നോ? ആതിരെ അനകിയ സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അതും പോരെങ്കിൽ എല്ലാം തലയിലേറ്റി കിരീടം പോലെ കൊണ്ട് നടക്കുന്ന അവധി കിടത്തിയുണ്ടല്ലോ. ആ, അവരെല്ലാം കൂടി ചെയ്യട്ടെ. അതല്ല സച്ചേട്ട, ഈ രാത്രി എനിക്ക് എല്ലാവർക്കും ആഹാരം വെച്ചു കൊടുക്കണം.